ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈവനിങ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മോർണിംഗ് വ്ലോഗിലേക്ക് സ്വാഗതം എന്നാണല്ലോ പറഞ്ഞിരുന്നത്. 2 ദിവസമായിട്ട് ഞാനിപ്പോൾ ഈവനിങ് വ്ലോഗാട്ടോ ചെയ്യുന്നത്. കാരണം 2 ദിവസമായിട്ട് എനിക്ക് സുഖമൊന്നും ഇല്ലായിരുന്നു. പിന്നെ രാവിലെ എഴുന്നേറ്റ് വീഡിയോ എടുക്കാനുള്ള ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്, ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നുകൊണ്ട് തന്നെ. അപ്പോൾ ഇന്നിപ്പോൾ മെയിനായിട്ട് ഞാൻ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് പിസ്സ ഓർഡർ കിട്ടിട്ടോ. അപ്പോൾ 2-3 പിസ്സയുണ്ട്. അപ്പോൾ അതുണ്ടാക്കണം. അതിനുവേണ്ടി ഞാൻ മൈദമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർത്തിട്ട് ഞാൻ ചെറു ചൂടുവെള്ളത്തിലാട്ടോ ഇത് കുഴച്ച് വെക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ഏത് രീതിയിലാണ് പിസ്സ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ സ്വല്പം ലൂസായിട്ടാട്ടോ ഇത് കുഴയ്ക്കാറുള്ളത്. അപ്പോൾ ആദ്യം ഈ പൊടികളെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കും. അതിനുശേഷം ചെറിയ ചൂടുവെള്ളം, കാരണം ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പാണല്ലോ. അപ്പോൾ ഇതിനി ആക്റ്റീവ് ആകാൻ താമസമുണ്ടോ എന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പിറ്റേ ദിവസത്തേക്കാണ് ഓർഡർ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു തലേദിവസം എൻ്റെ ബേസൊക്കെ അങ്ങ് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് കുറേ പണികൾ അങ്ങ് തീർന്ന് കിട്ടുമല്ലോ. പിന്നെ നമുക്ക് ആ സമയമാകുമ്പോൾ അവർക്ക് എടുത്തിട്ട് ഓവനിൽ വെച്ചിട്ട് പിന്നെ അത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ തലേദിവസം തന്നെ അങ്ങ് ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പോൾ വൈകുന്നേരം ഞാൻ ചെറു ചൂടുവെള്ളത്തിൽ ഇതൊക്കെ കുഴച്ച് മിക്സിംഗ് ഒക്കെ റെഡിയാക്കി ബേസ് ഞാൻ രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചു കേട്ടോ. അപ്പോൾ ചില ദിവസങ്ങളിൽ ഓർഡറൊക്കെ കിട്ടുന്ന ദിവസങ്ങളിൽ ഒരു സന്തോഷമുണ്ട് കേട്ടോ. കാരണം നമുക്ക് ഉണ്ടാക്കാനുള്ള ഒരു ഇൻട്രസ്റ്റും ഉണ്ട്. പിന്നെ എന്താ പറഞ്ഞത്, ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശാരീരികമായ സുഖമില്ല എങ്കിലും ഓർഡറും കാര്യങ്ങളും കിട്ടുമ്പോൾ എനിക്കൊരു സന്തോഷമാണ് ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അമ്മ വിളിച്ചപ്പോൾ ചോദിച്ചു, വയ്യെങ്കിൽ പിന്നെ എന്തിനാണ് ഓർഡറൊക്കെ എടുത്തതെന്ന്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് ഒട്ടും മടിയില്ലല്ലോ. അതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ ഓർഡറൊക്കെ എടുത്തത്. പിന്നെ ഓക്കെ, എന്തായാലും അപ്പോൾ നമ്മൾ കുറച്ച് എണ്ണയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന കുറച്ച് കട്ടിയായിട്ടല്ലേ, അപ്പോൾ അത് അത്രയും വേണ്ട. അതിന് കുറച്ചുകൂടി ലൂസായിട്ടാട്ടോ ഞാൻ കുഴച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കയ്യിലൊക്കെ ഒട്ടി പിടിക്കുന്നുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല. ഓയിൽ തേച്ച് നന്നായിട്ട് ഇതുപോലെ ഇനിയിപ്പോൾ കുഴച്ച് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചേക്കാണ്. ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആട്ടോ ഞാനിതെടുത്തത്. അപ്പോൾ അതേ ഇച്ചാൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പാലിൻ്റെ പാടയൊക്കെ എടുത്ത് ഉരുക്കാനിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഇച്ചാൻ പറഞ്ഞു അത് ഉരുക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഉരുക്കി തന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ കുറച്ച് ദിവസമായിട്ട് ആഗ്രഹിക്കുന്നു ക്യാരറ്റിൻ്റെ ഹൽവ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഇപ്പോൾ നമുക്കിവിടെ സീസൺ ആണല്ലോ, ഇഷ്ടം പോലെ ക്യാരറ്റ് കിട്ടും. അത് നല്ല മധുരമുള്ള റെഡ് കളറിലുള്ള ക്യാരറ്റ്. അപ്പം വൈകുന്നേരമൊക്കെ അല്ലേ നമുക്കിങ്ങനെ ഉണ്ടാക്കാനായിട്ടുള്ള സമയമുള്ളൂ. പക്ഷേ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മൾ നെയ്യ് ഇരുന്നത് തീർന്നു. അപ്പോൾ ഇച്ചാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ ഉണ്ടാക്കി തരാം, ഇന്ന് തന്നെ നമുക്ക് രാത്രിയിൽ ഉണ്ടാക്കി വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇച്ചാൻ നെയ്യൊക്കെ എനിക്ക് ഒരുക്കി തന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ കുഴച്ച് വെച്ചിരുന്ന നമ്മുടെ പിസ്സയുടെ ആ ഒരു മിക്സിങ് ഒക്കെ കണ്ട നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, കാരണം നല്ല തണുപ്പാണല്ലോ, ഇത് പൊങ്ങി വരുമോ എന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ചൂടുവെള്ളത്തിലൊക്കെ കുഴച്ചത് കൊണ്ട് തന്നെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഹൽവ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ബേസ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് വെക്കാമെന്ന്. കാരണം ഞാൻ ഓവനിനകത്തല്ല കേട്ടോ ചെയ്യുന്നത്. കാരണം എനിക്ക് പിസ്സയുടെ ഈ ഒരു ബേസ് ഉണ്ടാക്കാനുള്ള പാത്രം ഓവനിൽ വെക്കാനുള്ളതില്ല കേട്ടോ. പിന്നെ സ്റ്റീലിൻ്റെയൊക്കെ വെക്കാൻ എനിക്ക് പേടിയാണ്. സ്റ്റീലിൻ്റെ പാത്രം ഓവനിൽ വെച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം എനിക്ക് അങ്ങനെ വലിയ അറിവൊന്നുമില്ല ഓവൻ്റെ കാര്യത്തെക്കുറിച്ച്. കാരണം ഞാൻ കുറച്ച് അധികമായില്ല ഓവൻ യൂസ് ചെയ്ത് കേക്കൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് അതിനകത്ത് വെക്കുന്ന ഒരു ടെൻഷനുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ വെച്ചില്ല. ഞാൻ ഇതുപോലെ സ്റ്റീലിൻ്റെ പാത്രത്തിനകത്താക്കി റൗണ്ട് ചെയ്തതിന് ശേഷം ഫോർക്ക് ഉപയോഗിച്ച് ഒന്ന് ഇതിങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സാധാരണ ഒരു കടായിൽ വെച്ചാട്ടോ ഞാൻ ഈ ഒരു ബേസ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി ഈ സ്റ്റീലിൻ്റെ പാത്രം വെക്കാവോ ഇല്ലയോ എന്നുള്ള കാര്യം ആർക്കെങ്കിലും അറിയാമെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇതേ രീതിയിൽ ഈ ഒരു കടായിൽ ഇറക്കി വെച്ചിട്ട് മൂടി വെച്ച് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചാണ് ഞാൻ ഈ ഒരു ബേസ് ഉണ്ടാക്കുന്നത്. ഇത് കണ്ടോ, ക്യാരറ്റ് നല്ല റെഡ് കളറിലുള്ള ക്യാരറ്റ് ആട്ടോ. ഇതിവിടെ നമുക്ക് ഈ ഒരു സീസണിൽ മാത്രം കിട്ടുന്നതാണ്. ഇത് ഏകദേശം 1.5 കിലോയോളം ഉണ്ട്. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഞാനിങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു കേട്ടോ ഈ ഒരു ഹൽവ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ബീനേനെ കൊണ്ട് പകൽ ഞാനിതെല്ലാം കഴുകി വൃത്തിയാക്കിച്ചിട്ട് ഗ്രേറ്റ് ചെയ്ത് വെപ്പിച്ചു. അപ്പോൾ അത്രയും പണി അവൾ ചെയ്തു തന്നുകൊണ്ട് എനിക്ക് എളുപ്പമായിട്ടോ. കാരണം ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഞാൻ നെയ്യ് ഉണ്ടാക്കി തന്നായിരുന്നല്ലോ, അപ്പോൾ അത് ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇനി കുറച്ചധികം കാഷ്യൂ നട്ട് കട്ട് ചെയ്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം.
മൊത്തം അങ്ങ് കളറ് മാറണ്ട, പകുതി ആകുമ്പോൾ തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ക്യാരറ്റും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനിയിപ്പം ഈ ഒരു നെയ്യിൽ കിടന്ന് ഈ ക്യാരറ്റ് നല്ല രീതിയിൽ റോസ്റ്റായി ഇതിനകത്തുള്ള എല്ലാ വെള്ളമയവും വറ്റി അതിൻ്റെ ആ പച്ച ചുവയൊക്കെ മാറുന്ന വരെ നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിങ്ങനെ ആദ്യം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ഇത് നമുക്ക് കുറഞ്ഞ ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ എങ്ങനെയാണല്ലോ കുഴപ്പമില്ല, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിൻ്റർ സീസണിൽ നോർത്ത് ഇന്ത്യയിലെ ഒരു മെയിനായിട്ടിരിക്കുന്ന ഒരു ഐറ്റം ആട്ടോ ഈ ഒരു ക്യാരറ്റ് ഹൽവ. ഹിന്ദിയിൽ ഇതിന് ഗാജർ കാ ഹൽവ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു കോമൺ ആണ് ഇവിടെ, കാരണം ഈ ഒരു സമയത്താണ് നമുക്ക് ക്യാരറ്റ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് കഴിക്കാമെന്ന് പറഞ്ഞ ഒരു വല്ലാത്തൊരു എന്താ പറയണേ ഒരു അനുഭവം, ഒരു പ്രത്യേക അനുഭവം തന്നെ, വല്ലാത്ത അനുഭവം അല്ല കേട്ടോ, ഒരു പ്രത്യേക അനുഭവം തന്നെ. നല്ല ടേസ്റ്റാണ്, കാരണം നല്ല തണുപ്പത്ത് പലതരത്തിലുള്ള പൊറോട്ടയും അതുപോലെ ഈ ക്യാരറ്റ് ഹൽവയും ഒക്കെ ചേർത്തുള്ളൊരു കോമ്പിനേഷൻ സൂപ്പറാണ്. അപ്പോൾ അതേ ഞാൻ ഇതിനകത്തോട്ട് മധുരം ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല കട്ടിയുള്ള മിൽക്ക്, അതായത് ഇവിടെ അമൂലിൻ്റെ മിൽക്കാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്, നല്ല കട്ടിയുള്ള മിൽക്കാട്ടോ. അപ്പോൾ അത് ഇടണം. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മൂടി വെക്കണ്ട, തുറന്ന് തന്നെ വെച്ചിട്ട് ഈ പാലിൽ കിടന്ന് മൊത്തം വറ്റി ഇത് ഡ്രൈ ആയി വരണം. അതായത് ഇതിനകത്തുള്ള പാല് മൊത്തം ഡ്രൈ ആയി വരണം. ഈ ഒരു സമയത്ത് നമ്മുടെ ഫസ്റ്റ് ബേസ് റെഡി ആയിട്ടുണ്ട്. ഓരോ ബേസും ഞാൻ ഉണ്ടാക്കിയെടുക്കുകയായിട്ട് ചെയ്യുന്ന ഓരോന്നും മാറിക്കഴിയുമ്പം. അപ്പോൾ ദേ നമ്മുടെ ഹൽവ കണ്ടോ, ഇതേ രീതിയിൽ പാല് മൊത്തം വറ്റി കറക്റ്റ് ആയിട്ടുണ്ട്. ഇതാട്ടോ ഇതിൻ്റെ കറക്റ്റ് പരുവം. നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ച് കൊടുത്ത് ഒന്നുകൂടെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ആദ്യത്തെ ബേസ് റെഡിയായി, രണ്ടാമത്തെ ഞാൻ വെച്ചു. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇന്ന് വൈകുന്നേരം എൻ്റെ ഫുൾ ഡ്യൂട്ടി ആയി പോയിരുന്നു കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ക്യാരറ്റിൻ്റെ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ഇതൊന്ന് സെറ്റ് ചെയ്ത് കാണിക്കാം. സൂപ്പർ ടേസ്റ്റ് ആട്ടോ ഇത്. ശരിക്കും നമ്മൾ തലേദിവസം ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുന്ന കേട്ടോ കുറേ അധികം ടേസ്റ്റ്, നമ്മൾ കേക്കൊക്കെ കഴിക്കുന്നു അല്ലേ. അപ്പോൾ കുറച്ച് വെളുത്ത എള്ളും കൂടെ ഞാൻ ഇങ്ങനെ വെതറി കൊടുത്തിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. ഇതുപോലൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ നാട്ടിലൊക്കെ വളരെ അപൂർവമാട്ടോ ഇത് ക്യാരറ്റിൻ്റെ ഹൽവയൊക്കെ ഉണ്ടാക്കുന്നത്. ഇവിടേക്ക് ഇത് വളരെ കോമൺ ആണ്, പ്രത്യേകിച്ച് വിൻ്റർ സമയത്ത്. അപ്പോൾ അതേ നമ്മുടെ ബേസും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പം പിറ്റേ ദിവസം ഞാൻ ഓർഡർ വന്നപ്പം നമുക്ക് സെറ്റ് ചെയ്ത് കൊടുത്തതാട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ പിസ്സ കട്ടർ ഇല്ലായിരുന്നു, ഞാനിങ്ങനെ സാധാരണ കത്തി വെച്ചാട്ടോ കട്ട് ചെയ്ത് കൊടുത്തത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എൻ്റെ ഈവനിങ് വ്ലോഗും ക്യാരറ്റിൻ്റെ ഹൽവയും പിസ്സയും ഒക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇങ്ങനെ കേട്ടോ ഞാൻ കട്ട് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതേ രീതിയിൽ 4ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.